നിങ്ങളുടെ ജീവിതം വഴിതിരിവിലെത്തി നിൽക്കുകയാണോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും എന്ന് നിങ്ങൾ സ്വയം വാക്കുകൊടുക്കാറുണ്ടോ? എന്നാൽ വൈകുന്നേരമാകുമ്പോൾ എന്തുകൊണ്ടാണ് സമയം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതെന്ന് ആശ്ചര്യപ്പെടാറുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കാം, സ്വപ്നങ്ങൾ അതിമനോഹരമായിരിക്കാം, പക്ഷേ അവയ്ക്കും നിങ്ങൾക്കുമിടയിൽ ഒരൊറ്റ കനം കുറഞ്ഞ മറയുണ്ട്. അതാണ് കൃത്യനിഷ്ഠ. ലോക ജനസംഖ്യയിൽ വെറും 1% ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു രഹസ്യമുണ്ട്. അവർ പ്രതിഭകളോ അമാനുഷിക ശക്തിയുള്ളവരോ അല്ല. അവർക്ക് ലഭിച്ചത് നിങ്ങൾക്ക് ലഭിക്കാത്ത ഏതോ പ്രത്യേക വിദ്യാഭ്യാസമോ പാരമ്പര്യമോ അല്ല. അവർക്ക് ലഭിച്ച ഒരേ ഒരു അധിക ശേഷി സമയത്തെയും നിമിഷത്തെയും എങ്ങനെ ആദരവോടെ സമീപിക്കണം എന്ന ജ്ഞാനമാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഈ നിമിഷം ആ 1% ചേരാനുള്ള നിങ്ങളുടെ ആദ്യ പടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 30 മിനിറ്റ് എന്ന ഈ യാത്ര പൂർത്തിയാക്കുക. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉറപ്പിക്കുക. കൃത്യനിഷ്ഠ എന്ന ഈ ശക്തമായ ആയുധം എങ്ങനെ സ്വന്തമാക്കാമെന്ന് ബുദ്ധൻ്റെ അനശ്വരമായ 12 പാഠങ്ങളിലൂടെ നാം കണ്ടെത്താൻ പോകുകയാണ്. ഈ ജ്ഞാനത്തിൻ്റെ വീഥിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. നാം ഓരോരുത്തരും ദിവസത്തിൽ 24 മണിക്കൂർ വീതം തുല്യമായി പങ്കിട്ടവരാണ്. എന്നിട്ടും ഒരാൾ മഹാവിജയം നേടുമ്പോൾ മറ്റൊരാൾ അവിടെ തന്നെ നിന്നുപോകുന്നു. എന്താണ് ഈ അന്തരം? ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജീവിതം എല്ലാം ഇവിടെ ഈ നിമിഷത്തിലാണ്. കൃത്യനിഷ്ഠ എന്നാൽ ഒരു സ്ഥലത്ത് സമയത്തിന് എത്തുക എന്നതിലുപരി ഒരു പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് അത് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക എന്നതാണ്. കൃത്യനിഷ്ഠ എന്നത് നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആധാരശിലയാണത്. അത് നിങ്ങളെ തന്നെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതിൻ്റെ അളവുകോലാണ്. 1% ആളുകൾ ചെയ്യുന്ന ആ 12 ധർമ്മപാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇവ വെറും നിയമങ്ങളല്ല, ജീവിതത്തിൻ്റെ ഗതി മാറ്റിയെഴുതുന്ന ആത്മാവിൻ്റെ ശാസനങ്ങളാണ്. ബുദ്ധൻ്റെ 12 ധർമ്മപാഠങ്ങൾ. പാഠം 1: നിമിഷത്തിൻ്റെ പ്രകാശം, ദ ലൈക്ക് ഓഫ് ദ മൊമെൻറ്റ്. ഭൂതകാലത്തെക്കുറിച്ച് ദുഃഖിക്കരുത്, ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. ഇന്നിലാണ് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മുടെ കൃത്യനിഷ്ഠ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞുപോയതിലെ ദുഃഖമോ വരാനിരിക്കുന്നതിലെ ആശങ്കയോ കൊണ്ടാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ ചിന്തകളുടെ കുരുക്കിൽ പെട്ടുപോകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ പൂർണ്ണ ശക്തി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം സജ്ജമാക്കുക. ആ നിമിഷം നിങ്ങൾ കൃത്യനിഷ്ഠയുള്ളവനായി മാറുന്നു. പാഠം 2: അമ്പുകളുടെ ദർശനം, ദ 2 ആരോസ് പാരബിൾ. നിങ്ങളൊരു ജോലി കൃത്യസമയത്ത് തീർക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടാകുന്നു. ഇത് 1ാമത്തെ അമ്പ്. എന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് സ്വയം പഴിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും സ്വയം മുറിവേൽപ്പിക്കുന്നു. ഇത് 2ാമത്തെ അമ്പ്. കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ അമ്പ് പോലും ഏൽക്കേണ്ടി വരുന്നില്ല. 1% ആളുകൾ 2ാമത്തെ അമ്പിനെ ഭയന്നാണ് എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത്. കാരണം മാനസിക സമ്മർദ്ദമാണ് ഏറ്റവും വലിയ വേദന. പാഠം 3: ആത്മനിയന്ത്രണത്തിൻ്റെ പരിശീലനം, ദ പ്രാക്ടീസ് ഓഫ് സെൽഫ് കൺട്രോൾ. കൃത്യനിഷ്ഠ പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, അത് ആന്തരികമായ അച്ചടക്കമാണ്. നിങ്ങൾ 1 മണിക്കൂർ ധ്യാനിക്കാൻ തീരുമാനിച്ചാൽ 1 മിനിറ്റ് പോലും കുറയ്ക്കാതെ നിങ്ങളുടെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തുന്നതാണ് ഈ പാഠം. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കാൻ പഠിക്കുമ്പോൾ വലിയ കാര്യങ്ങളിൽ അത് ശീലമായി മാറുന്നു. പാഠം 4: പ്രയത്നമില്ലാത്ത പ്രയത്നം, ദ എഫേർട്ട്ലെസ് എഫേർട്ട്, വീര്യ. നമ്മുടെ പ്രയത്നങ്ങൾ ഒരു ദിവസം കൊണ്ട് തളർന്നു പോകരുത്. അത് ജലത്തിൻ്റെ ഒഴുക്കുപോലെ ശാന്തവും സ്ഥിരവും നിർത്താതെയുമുള്ളതായിരിക്കണം. ആദ്യമൊക്കെ കൃത്യനിഷ്ഠ ഒരു ഭാരമായി തോന്നാം. എന്നാൽ 1% ആളുകൾ അതിനെ അനായാസമായ ഒരു ഒഴുക്കായി കാണുന്നു. അവർ അത് ശീലമാക്കുമ്പോൾ ഊർജം നഷ്ടപ്പെടുന്നില്ല, മറിച്ച് ഊർജം നേടുകയാണ് ചെയ്യുന്നത്. പാഠം 5: മണൽക്കുടത്തിൻ്റെ ഉപമ, ദ അനാലജി ഓഫ് ജാർ ഓഫ് സാൻഡ്. ഒരു കുടത്തിൽ മണൽ നിറയ്ക്കുമ്പോൾ ഒരു തരി മണൽ കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഓരോ തരി മണലും ആ കുടത്തെ നിറയ്ക്കുന്നു. അതുപോലെ നിങ്ങൾ പാഴാക്കി കളയുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന വിലയേറിയ വിഭവമാണ്. ചെറിയ അലംഭാവങ്ങളാണ് വലിയ പരാജയങ്ങളായി മാറുന്നത്. 1 നിമിഷം പോലും നിസ്സാരമല്ല. പാഠം 6:
മൈത്രിയുടെ പ്രയോഗം, ദ പ്രാക്ടീസ് ഓഫ് മെത്ത, കൈൻഡ്നെസ്. നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് കൂടിയാണ്. നിങ്ങളൊരു മീറ്റിങ്ങിന് വൈകുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ വിലയേറിയ സമയം നിങ്ങൾ മോഷ്ടിക്കുകയാണ്. കൃത്യനിഷ്ഠ എന്നത് നിങ്ങളുടെ മൈത്രിയുടെ പ്രയോഗമാണ്. മറ്റൊരാളോടുള്ള നിങ്ങളുടെ ദയയും ആദരവുമാണത്. നിങ്ങൾ സമയത്തിനെത്തുക എന്നാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നർത്ഥമാക്കുന്നു. പാഠം 7. മധ്യമമാർഗം, ദ മിഡിൽ പാത്ത്. കൃത്യനിഷ്ഠ എന്നാൽ സമയത്തിൻ്റെ അടിമയാകുക എന്നല്ല. ചില ആളുകൾ സമയത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെട്ട് സ്വയം സമ്മർദ്ദത്തിലാകുന്നു. അതും ഒരു തരം ദുരിതമാണ്. ഈ പാഠം പറയുന്നത് ശാന്തമായൊരു മനസ്സോടെ, ശ്രദ്ധയോടെ, എന്നാൽ അമിത ആശങ്കയില്ലാതെ കാര്യങ്ങൾ ചെയ്യുക. വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക, എന്നാൽ അത് ബോധപൂർവം ചെയ്യുക. പാഠം 8. കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും നിയമം, ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്, കർമ്മം. നിങ്ങൾ ഇന്നൊരു ജോലി മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ഫലം നാളത്തെ നിങ്ങളുടെ ഭാരമായി മാറും. കൃത്യനിഷ്ഠയില്ലായ്മ എന്നത് ഒരു നെഗറ്റീവ് കർമ്മമാണ്. നിങ്ങൾ ഇന്ന് ചിട്ടയോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളത്തെ നിങ്ങളുടെ വിജയം തിരികെ തരുന്ന പോസിറ്റീവ് കർമ്മമാണ്. ഈ പ്രപഞ്ച നിയമത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പാഠം 9. അനിത്യതയുടെ അവബോധം, അവെയർനെസ് ഓഫ് ഇംപെർമനൻസ്. ഈ ലോകത്തിൽ എല്ലാം മാറ്റത്തിന് വിധേയമാണ്. നിങ്ങളുടെ മൗത്രതയും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും എല്ലാം അനിത്യമാണ്, ക്ഷണികമാണ്. ഈ നിമിഷം എന്നേക്കും ഇവിടെ നിലനിൽക്കില്ല എന്ന ബോധ്യം നിങ്ങളെ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ പാഴാക്കുന്ന സമയം ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒരേ ഒരു നിധിയാണ്. പാഠം 10. അനാസക്തിയുടെ ശക്തി, ദ പവർ ഓഫ് നോൺ അറ്റാച്ച്മെൻറ്റ്. നിങ്ങൾ കൃത്യനിഷ്ഠയോടെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് നിങ്ങൾ ആശങ്കപ്പെടരുത്. കൃത്യമായി ശ്രദ്ധയോടെ പ്രവൃത്തി പൂർത്തിയാക്കുക. ഫലം അതിൻ്റെ വഴിയേ വന്നുകൊള്ളും. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൃത്യനിഷ്ഠയുടെ പ്രക്രിയയെയാണ്, അതിലൂടെ ലഭിക്കുന്ന നേട്ടത്തെയല്ല. പാഠം 11. വാചികമായ സത്യം, വെർബൽ ട്രൂത്ത്ഫുൾനെസ്, സത്യ. നമ്മുടെ വാക്കുകൾ സത്യസന്ധമായിരിക്കണം. ഒരാളോട് ഞാൻ കൃത്യസമയത്തെത്തും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോ അണുവിലും ആ വാക്കു പാലിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരിക്കണം. നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. കൃത്യനിഷ്ഠയില്ലാത്തവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നു. 1% ആളുകൾ അവരുടെ വാക്കുകൾക്ക് വലിയ മൂല്യം കൽപ്പിക്കുന്നു. പാഠം 12. പുനർസൃഷ്ടിയുടെ ശീലം, ദ ഹാബിറ്റ് ഓഫ് റീക്രിയേഷൻ. കൃത്യനിഷ്ഠ എന്നാൽ കഠിനാധ്വാനം മാത്രമല്ല. കൃത്യസമയത്ത് വിശ്രമിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് മനസ്സിനെ ശാന്തമാക്കുക. ഇതിനെയാണ് പുനർസൃഷ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കുമ്പോഴാണ് അടുത്ത ദിവസത്തെ പ്രവൃത്തികൾക്ക് നിങ്ങൾ പൂർണ്ണമായും തയ്യാറാകുന്നത്. 1%ൻ്റെ രഹസ്യം, ദ 1% ഫാക്ടർ. ഈ 12 പാഠങ്ങൾ കേവലം ഉപദേശങ്ങളല്ല, ഇത് ജീവിതത്തിൻ്റെ മാസ്റ്റർ കീയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ പാഠങ്ങൾ എത്ര പേർ ജീവിതത്തിൽ പ്രയോഗിക്കുന്നുണ്ട്? വളരെ കുറച്ചാളുകൾ മാത്രമേ. അതാണ് 1%. ഈ ആളുകൾ ഒരിക്കലും തങ്ങളുടെ ജോലി വൈകിക്കാറില്ല. അവർ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ ചെലുത്തുന്നു. ഒരു ഇമെയിലിന് മറുപടി നൽകുന്ന സമയം, ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിലെ ശ്രദ്ധ, ഒരു വാക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കുന്നതിലെ ദൃഢത, ഇതെല്ലാം ചേരുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ മാന്ത്രികമായ ഒരു ശക്തി ലഭിക്കുന്നു. കൃത്യനിഷ്ഠ അവർക്ക് അന്തസ്സാണ്. ഒരു വ്യക്തിയുടെ സമയം മറ്റൊരാൾക്ക് വിലപ്പെട്ടതാണ് എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത്. വിജയം ഒരു സംഭവമല്ല, അതൊരു ശീലം മാത്രമാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഓരോ നിമിഷവും ഈ 12 ധർമ്മപാഠങ്ങൾ പ്രായോഗിക്കുന്നതിലൂടെ വിജയം നിങ്ങളുടെ സ്വഭാവമായി മാറുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ആത്മാവിൻ്റെ അച്ചടക്കം വർദ്ധിപ്പിക്കാനുള്ള വിത്തുകളാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പാകിയത്. ഇനി നിങ്ങൾ എന്തു ചെയ്യും? ഈ വീഡിയോ കണ്ടതിനു ശേഷം പഴയ ജീവിതത്തിലേക്ക് മടങ്ങുകയാണോ? അതോ ഇന്ന് നിങ്ങൾ പഠിച്ച ഒരു പാഠമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അടുത്ത 21 ദിവസത്തേക്ക് ഈ 12 പാഠങ്ങളിൽ ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് അത് പ്രായോഗികമാക്കുക. നിങ്ങൾ 1 മണിക്കൂർ മുൻപ് എഴുന്നേൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. ഒരു കാര്യവും മാറ്റിവെക്കില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് കൃത്യമായി പാലിക്കുക. ഓരോ വ്യക്തിയും ഈ പാതയിൽ വിജയിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ലക്ഷ്യമിടുന്ന ആ 1%ത്തിലേക്ക് എത്താൻ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പങ്കുവയ്ക്കുക. കാരണം കൂട്ടായ വിജയമാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഈ ജ്ഞാനവീഥിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം. നിങ്ങളുടെ വിലയേറിയ സമയത്തിന് അനേകായിരം നന്ദി. അടുത്ത ജ്ഞാനനിർഭരമായ വിഷയവുമായി വീണ്ടും കാണാം. ശുഭം.